ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ജനറൽ ജനറൽ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എർത്ത് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഫിഗർ 1.68 ഹോഴ്സ് ഫോൾട്ട്, ഫിഗർ 1.69 എർത്ത് വേവ്സ് എക്സ്പ്ലനേഷൻ, A. P waves or primary waves, B. S waves or secondary waves. പിന്നെ സൈഡിലെ ടോപ്പിക്കിൻ്റെ ടോപ്പോഗ്രാഫി ഓഫ് ദ ടെറസ്ട്രിയൽ സർഫേസ്. പിന്നെ ലാസ്റ്റ് നമ്മൾ എർത്ത് മെഷർമെൻറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, മൈക്ക് ഓഫായി പോയി. അപ്പോൾ അതൊക്കെ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. അപ്പോൾ എർത്ത് മെഷർമെൻറ്റ് നമുക്ക് വീണ്ടും ഈ വീഡിയോയിൽ പറയേണ്ടി വരും. പിന്നെ ടേബിൾ 1.21 ഒക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എർത്ത് മെഷർമെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. കുറച്ച് ഭാഗങ്ങളൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എർത്ത് മെഷർമെൻറ്റ് The strength of an earthquake can be measured by a device called a seismograph. When an earthquake occurs, this device converts the wave energy into a standard unit of measurement, like the Richter scale. In the Richter scale, units of measurement are referred to as magnitudes. The Richter scale is logarithmic. The Richter scale is logarithmic. Thus, each unit increase in magnitude represents 10 times more energy released. Table 1.21 describes the relationship between Richter scale magnitude and energy released. The strength of an earthquake can be measured by a device called a seismograph. When an earthquake occurs, this device converts the wave energy into a standard unit of measurement, like the Richter scale. In the Richter scale, units of measurement are referred to as magnitudes. The Richter scale is logarithmic. Thus, each unit increase in magnitude represents 10 times more energy released. Table 1.21 describes the relationship between Richter scale magnitude and energy released. Many large earthquakes occur some distance away from a plate boundary. Some geologists believe that these powerful earthquakes may be occurring along ancient faults that are buried deep in the continental crust. Recent seismic studies in the central United States have discovered one such fault located thousands of meters below the lower Mississippi Valley. Some large earthquakes occur at particular locations along the plate boundaries. Scientists believe that these areas represent zones. ഇനിയൊരു ടേബിളാണ് പറയുന്നത്. ടേബിൾ 1.21 റിലേഷൻ ബിറ്റ്വീൻ റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എനർജി റിലീസ്ഡ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയണം, നമ്മൾ ഈ പറയണതിൽ എനർജി റിലീസ്ഡ് പറയണതിൽ ജൂൾ, എനർജി റിലീസ്ഡ് ജൂൾ എന്നുള്ളത് നമ്മൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. അത് പ്രത്യേകം പറയാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഈ മേഖലയായിട്ട് അത്ര റിലേഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറയണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ദയവേതിട്ട്. അപ്പം നമുക്ക് നോക്കാം. ടേബിൾ 1.21 റിലേഷൻ ബിറ്റ്വീൻ റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എനർജി റിലീസ്ഡ്. മാഗ്നിറ്റ്യൂഡ് ഓൺ റിക്ടർ സ്കെയിൽ, എനർജി റിലീസ്ഡ് J. Comment 2.0
6.3 times 10th power of 7. Smallest earthquake detectable by people 5.0. 2.0 times 10th power of 12. Energy released by the Hiroshima atomic bomb 6.0. 6.0 minus 6.9. 6.3. 6.3 times 10th power of 13 minus 1.4 times 10th power of 15. About 120 shallow earthquakes of this magnitude occur each year. 6.7. 7.1 times 10th power of 14. Northridge, California earthquake 1994. 7.0. 2.0 times 10th power of 15. Major earthquake 7.0. 7.9 times 10th power of 15. Turkey earthquake 17 August 1919. More than 12,000 people killed. 7.6. 1.6 times 10th power of 16. Deadliest earthquake of the century, Tang, Tangshan, China, 1976. About 215,000 people died. 8.3. 8.3. 1.8 times 10th power of 17. San Francisco earthquake of 1906. 8.6. 5.0 times 10th power of 17. Most powerful earthquake recorded in the last 100 years. Southern Chile 1916 claimed 5,700 lives. Table 1.21 relationship between Richter scale magnitude and energy released നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ എർത്തിക്വേക്ക് മെഷർമെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് എർത്തിക്വേക്ക് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. Earthquake damage and destruction. Earthquakes are a considerable hazard to humans. Earthquakes can cause destruction by structurally damaging buildings and dwelling fires, tsunamis, and masses wasting. Earthquakes can also take human lives. The amount of damage and losses of life depends on a number of factors. Some of the more important factors are: A. Time of day. Higher losses of life tend to occur on weekdays between the hours of 9 a.m. and 4 p.m. During this time interval, many people are in large buildings because of work or school. Large structures are often less safe than smaller homes in an earthquake. B. Magnitude of the earthquake and the duration of the event. C. Distance from the earthquake's focus. The strength of the shock waves diminish with the distance from the focus. D. Geology of the area affected and soil type. Some rock type transmit seismic wave energy more readily. Buildings on solid bedrock tend to receive less damage. Some rock types transmit seismic wave energy more readily. Buildings on solid bedrock tend to receive less damage. Unconsolidated rock and sediments have a tendency to increase the amplitude and duration of the seismic waves, increasing the potential for damage. Some soil types, when
saturated become liquefied. E. Type of building construction. Some building materials and designs are more susceptible to earthquake damage. F. Population density. More people often means greater chance of injury and death. The greatest losses of life because of an earthquake during this century occurred in Tangshan, China in 1976. The greatest losses of life because of an earthquake during this century occurred in Tangshan, China in 1976 when an estimated 215,000 people died. In 1556, a large earthquake in the uh, Shanxi province of China was estimated to have caused the death of about 1 million people. A common problem associated with earthquakes in urban areas is fire. Shaking and ground displacement often causes the severing of electrical and gas lines, leading to the of development of many localized fires. Response to this problem is usually not effective because shock waves also rupture pipes carrying water. The San Francisco earthquake of 1906, almost 9% of the damaged buildings was caused by fire. The town of Yungay, Peru was buried by a debris flow that was triggered by an earthquake that occurred on 31st May 1970. This disaster engulfed the town in seconds with mud, rock, ice, and water and took the lives of about 20,000 people in mountainous regions. Earthquake provoked landslides can cause many deaths and severe damage to built structures. Another consequence of earthquake is the generation of tsunamis. Tsunamis or tidal waves form when an earthquake causes a sudden movement of the seafloor. This movement creates a wave in the water body, which radiates outward in concentric shells. On the open ocean, these waves are usually no higher than 1 3 m in height and travel at a speed of about 750 km/h. Tsunamis become dangerous when they approach land. Frictional interaction of the waves with the ocean floor as they near shore causes the waves to slow causes the waves to slow down and collide into each other. This amalgamation of waves then produces a super wave that can be as tall as 65 m in height. അപ്പോൾ നമ്മൾ പറഞ്ഞത് എർത്തിക്യൂക്ക് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ആണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്പർ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള ഒറിജിൻ ഓഫ് ദ ഓഷ്യൻ ബേസിൻസ് ആണ് നോക്കാം. സൈഡിലോ ടോപ്പിക്കാണ്. അതിന് പ്രൊഡക്ട്സ് ഓഫ് വെതറിങ് വരുന്നുണ്ട്. ഫസ്റ്റ് ഒറിജിൻ ഓഫ് ദ ഓഷ്യൻ ബേസിൻസ് നോക്കാം. Origin of the ocean basins. The ocean basins are the result of tectonic forces and processes. All of the ocean basins were formed from volcanic rock that was released from fissures located at the mid-oceanic ridges. The oldest rocks found in these basins are approximately 200 million years old. This is a lot younger than the oldest continental rocks, which are more than 4 billion years old. The reason for this discrepancy is simple. The tectonic processes destroy old oceanic rocks. Oceanic rock is returned to the
Earth mantle when oceanic crust is subducted. Many of the subduction zones occur at the continental margins where oceanic crust meets continental crust. Subduction also creates the ocean's deep trenches. Origin of the ocean basins ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പ്രൊഡക്ട്സ് ഓഫ് വെതറിംഗ്. The process of weathering can result in the following three outcomes on rocks and minerals. 1. The complete losses of particular atoms or compounds from the weathered surface. 2. The addition of specific atoms or compounds to the weathered surface. And 3. A breakdown of one masses into two or more masses with no chemical change in the mineral or rock. The residue of weathering consists of chemically altered and unaltered materials. The most common unaltered residue is quartz. Many of the chemically altered products of weathering become very simple small compounds or nutrient ions. These residues can then be dissolved or transported by water, released to the atmosphere as a gas, or taken up by plants for nutrition. Some of the products of weathering: less resistant aluminosilicate minerals. Some of the products of weathering less resistant aluminosilicate minerals become clay particles. Other altered materials are reconstituted by sedimentary or metamorphic process to become new rocks and minerals. Other altered materials are reconstituted by sedimentary or metamorphic processes to become new rocks and minerals. അപ്പോൾ പ്രൊഡക്ട്സ് ഓഫ് വെതറിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയുന്നത് വോൾക്കാനിസം ആണ്. നോക്കാം. Volcano. A volcano is generally a conical shaped hill or mountain built by accumulations of lava flows, tephra and volcanic ash. About 95% of active volcanoes occur at the plate subduction zones and the mid-oceanic ridges. The other 5% occur in areas associated with lithosphere hotspots. These hotspots have no direct relationships with areas of crustal creation or subduction zones. It is believed that hotspots are caused by plumes of rising magma that have their origin within the ionosphere. Over the last 2 million years, volcanoes have been depositing lava, tephra, and ash in particular areas of the globe. These areas occur at hotspots, rift zones, and along plate boundaries where tectonic subduction is taking place. Not all volcanoes are the same. Geologists have classified 5 different types of volcanoes. This classification is based on the geomorphic form, magma chemistry, and the explosiveness of the eruption. The least explosive type of volcano is called a basalt plateau. These volcanoes produce a very fluid basaltic magma with horizontal flows. The form of these volcanoes is flat to gently sloping, and they can occupy an area from 1 lakh to 1 million km square. Deposits of these volcanoes can be as thick as 1,800 m. Large basalt plateaus are found in the Columbia River Plateau, Western India, Northern Australia, Iceland, Brazil, Argentina, and Antarctica. Some basaltic magmas can produce very large, slightly sloping shield volcanoes, which is 6 degree 12 degree and have a gently flowing magma. Shield volcanoes can be up to 9,000 m tall.
The volcanoes of the Ha- Ha- Hawaiian Islands are typical of this type. Extruded materials from this type of volcano mainly consist of low viscosity basaltic lava flows. A cinder cone is a small volcano between 100 and 400 m tall, made up of exploded rock blasted out of a central vent at a high velocity. These volcanoes develop from magma of basaltic to intermediate composition, andesite. They form when large amounts of gas accumulate within rising magma. Examples of cider cones include Little Lake volcano in California and Paricutin volcano in Mexico. Examples of cider cones include Little Lake volcano in California and Paricutin volcano in Mexico. Composite volcanoes are made from alternate layers of lava flows and exploded rock. Their height ranges from 100 to 3,500 m tall. The chemistry of the magma of these volcanoes is quite variable, ranging from basalt to granite. Magma that is more granitic tends to be very explosive because of its relatively higher water content. Water at high temperatures and pressures is extremely uh, volatile. Water at high temperatures and pressures is extremely volatile. Examples of composite volcanoes include Italy's Vesuvius, Japan's Mount Fuji, and Washington State's Mount Rainier and Mount St. Helena. Examples of composite volcanoes include Italy's Vesuvius, Japan's Mount Fuji, and Washington State's Mount Rainier and Mount St. Helena. And Washington State's Mount Rainier and Mount St. Helena. So figure 1.17 volcano and സ്കാർട്ടിക്സ് ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത് വോൾക്കാനിസത്തില് ഫിഗർ 1.70 volcano and സ്കാർട്ടിക്സ് features. Vent, earth crust, lava layer, pipe, crater, cornlet, dike feeding cornlet, layered ash and cinders and broken lava. Figure 1.70 volcano and scarics features. Vent, earth crust, lava layer, pipe, crater, cornlet, dike feeding cornlet, layered ash and cinders and broken lava. Figure 1.70 volcano and scarics features എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഫിഗർ തന്നെയാണ്. Figure 1.71 location of the earth major volcanoes. Figure 1.71 location of the earth major volcanoes. Note, most occur along tectonic plate boundaries
where plate subduction creates rising plumes of magma. Volcanoes that do not occur along plate boundaries are the result of localized ionosphere hotspots that melt through the earth crust. The Hawaiian Island chain of volcanoes was created by a hotspot. The Hawaiian Island chain of volcanoes was created by a short, short hot spot. Note: most occur along tectonic plate boundaries where plate subduction creates rising plumes of magma. The volcanoes that do not occur along plate boundaries are the result of localized ionosphere hotspots that melt through the earth crust. The Hawaiian Island chain of volcanoes was created by a hot spot. The Hawaiian Island chain of volcanoes was created by a hot spot. Figure 1.71 Location of the Earth major volcanoes. Figure 1.71 Location of the Earth major volcanoes. Figure 1.71 Location of the Earth major volcanoes ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പറയുന്നത് റിഗോലിത്ത ആൻഡ് സോയിൽ. റിഗോലിത്ത ആൻഡ് സോയിൽ. Most landforms show the effects of weathering to some extent on the bedrock of landscapes are the accumulation of the products of weathering. Within this accumulations are materials displaying various degrees of physical, chemical, and biological alternation. These materials range in size from large boundaries to clay sized particles less than 0.004 mm in diameter. Geomorphologists refer to this accumulation as regolith. Regolith can be further altered by climate, organisms, and topography over time to create soil. Soil is the most obvious landform of weathering. Regolith and soil ആണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലൈംസ്റ്റോൺ ലാൻഡ്ഫോംസ് ആണ് നോക്കാം. Limestone landforms. Among the most interesting and most beautiful landforms created by weathering are those that develop in regions of limestone bedrock. Among the most interesting and most beautiful landforms created by weathering are those that develop in regions of limestone bedrock. These landscapes are commonly called karst. In karst landscapes, weathering is so concentrated along joints and beam planes of the limestone, producing a number of different sculptured features from the limestone landforms. Among the most interesting and most beautiful landforms created by weathering are those that develop in regions of limestone bedrock. These landscapes are commonly called karst. In karst landscapes, weathering is concentrated along joints and beading planes of the limestone, producing a number of different sculptures features from the effects of solution. Depressions of all sizes and shapes fit the landscape surface and are the most obedient
features associated with the karst beneath the surface solution resulting information of curves, springs surrounded, sorry, underground water channels and deposits from evaporation. ഒരിക്കലും പറയാം limestone landforms. Among the most interesting and most beautiful landforms created by weathering are those that develop in regions of limestone bedrock. These landscapes are commonly called karst. In karst landscapes, weathering is concentrated along joints and bedding planes of the limestone, producing a number of different sculptured features from the effects of solution. Depressions of all sizes and shapes fit the landscape surface and are the most obvious features associated with the karst. Beneath the surface solution result in information result in the formation of caves, springs, underground water channels, and deposits from evaporation. Beneath the surface solution results in the formation of caves, springs, underground water channels, and deposits from evaporation. ലൈംസ്റ്റോൺ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. ഇനി പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആണ് പറയാനുള്ളത്. നമുക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് വോൾക്കാനിസം വോൾക്കാനോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലൊന്ന് പറയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വോൾക്കാനിസ് ജനറലി കോണിക്കൽ ഷേപ്പ്ഡ് ഹിൽ ഓർ മൗണ്ടൻ ബിൽറ്റ് ബൈ അക്യുമുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ബാലൻസ് ഭാഗമാണ്. ഇവിടെ ഫിഗർ ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊരു ഫിഗർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഇത് അവസാനിക്കുന്നത്. ജസ്റ്റ് ഈ ടോപ്പിക്കിൻ്റെ ഒരു സ്റ്റൈലിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനത് പക്ഷെ ഇത് സ്പോട്ടിൽ തന്നെ പറഞ്ഞോ മറന്നുപോയി. അതുകൊണ്ട് ഇപ്പം അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ കാര്യം. സ്റ്റാർട്ടിങ് ഒരു ഭാഗത്ത്, എൻഡിങ് വേറൊരു ഭാഗത്ത്. അത്രേ ഉള്ളൂ ഈ ടോപ്പിക്കിൻ്റെ. ഇനി നമുക്ക് പറയണത് പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ആണ്. നോക്കാം. പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ്. യൂണിക് വെതറിംഗ് ലാൻഡ് ഫോംസ് are also found in polar and subpolar regions. In these regions, physical weathering processes are dominant, with active freeze, thaw, and frost shattering being the most active. Unique weathering landforms are also found in polar and subpolar regions. In these regions, physical weathering processes are dominant, with active freeze, thaw, and frost shattering being the most active. Associated with this weathering processes are a number of unique surface features that develop only in periglacial environments. Collectively known as patterned ground. This surface features resemble circles, polygons. Unique weathering landforms. ഒരിക്കൽ കൂടി പറയാണ്. Periglacial landforms. Unique weathering landforms are also found in polar and subpolar regions. In these regions, physical weathering processes are dominant, with active freeze, thaw, and frost shattering being the most active. Associated with this weathering processes are a number of unique surface features that develop only in periglacial environments, collectively known as patterned ground. The surface features
resemble circles, polygons, etc. Collectively known as patterned ground, the surface features resemble circles, polygons. Nets, steps, and stripes. The outlines of these features consist of elevated accumulations of coarse regolith fragments. Scientists believe that these outlines result from the systematic sorting of particles into a wide range of texture and sizes by freeze-thaw action. The sorting causes larger fragments to move vertically upward and horizontally outward. Horizontal movement stops when one feature encounters another, linking the perimeter of two or more features. The linking of many adjacent features creates net-like patterns. പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് നമ്മൾ പറഞ്ഞത്. പെരിഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കുക. അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഫിസിയോഗ്രഫി ഓഫ് ദ എർത്ത്, ടെറസ്ട്രിയൽ സർഫേസ്, ക്രാറ്റോൺസ്, soil color, energy of erosion, figure 1.72, cross section showing the relationship between basement rock and platform sedimentary deposits, mountain belts, continental margin. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫിയിലെ ടോപ്പിക്സ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ സ്പോട്ടിൽ പറഞ്ഞിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരിട്ട് പറയാൻ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ദയവേത് ഓർക്കുക. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. പിന്നെ ദ പേഴ്സൺ സീസിറ്റ് മാനുവൽ 2023 ഓൾഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. പ്ലേ ലിസ്റ്റ് എന്തെങ്കിലും ചെക്ക് ചെയ്യണം. നമ്മൾ പുതിയ രീതിയിൽ ചെയ്യുന്നതാണ്. ഇതുവരെ പ്ലേ ലിസ്റ്റ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല വീഡിയോസൊക്കെ. അപ്പോൾ ഈ വീഡിയോസ് ആണെങ്കിലും എല്ലാം പ്ലേ ലിസ്റ്റ് ചെയ്യും. ഓൾഡ് വീഡിയോസും നമ്മൾ പ്ലേ ലിസ്റ്റ് ചെയ്യും. പിന്നെ ദ പേഴ്സൺ സീസിറ്റ് മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീഡിയോസൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോസ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും പറയാൻ സാധിക്കില്ല. ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലോർക്കണം. നിങ്ങളുടെ ദയവായിട്ടുള്ളൊരു സഹകരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാവിലെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ രാത്രി വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഏകദേശം നേരം വെളുക്കുന്ന ഒരു സ്ഥിതിയിലോട്ടായി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പം നമ്മൾ രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ CCTക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻസൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് നല്ല ടോപ്പിക്സൊക്കെ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 1 മണിക്കൂറോളം
1 മണിക്കൂറോളം സംതിങ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുത്തുക. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്വീറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.